ആരാണ് ബ്രാൻഡ്? ബ്രാൻഡ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അല്ല, നമ്മളെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ പോകണം. ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായി വർക്ക് ചെയ്തുകൊണ്ട് തന്നെ കരിയർ സ്റ്റാർട്ട് ചെയ്യണം നല്ലതെന്നാണ്. ഞാനും കോളേജ് കഴിഞ്ഞപ്പോൾ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കിനി എന്ത് ചെയ്യണം, ജോലി ചെയ്യണോ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങണോ, അങ്ങനെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഈ യൂത്തിൽ ഒരുപാട് പേർക്കുള്ള ഒരു കൺഫ്യൂഷനാണ്, ഗേൾ ആയിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ. ഐ മീൻ വാട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന വലിയൊരു ചോദ്യചിഹ്നം. അപ്പോൾ ഈ യങ് ആൻഡ് സ്മാർട്ട് ആയിട്ടുള്ള ഓൺട്രപ്രണർ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടും പറ്റിയൊരു മോട്ടിവേഷണൽ നല്ലൊരു ഡയലോഗ് പറയാൻ പറ്റിയ ആളാണ് അനഘ ജയൻ അല്ലേ. അപ്പോൾ മാമിന് ഇതിനെക്കുറിച്ച് ഈ പറയുന്ന ഈ യൂത്തിന് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? നമുക്കൊരു ഓൺട്രപ്രണർ ഈ ഫീൽഡിലോട്ട് വരുമ്പോൾ, ഈ ഒരു ഫീൽഡിൽ എത്തി നിൽക്കുമ്പോൾ എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും മനസ്സിലൊരു ഓൺട്രപ്രണർ ആയിരിക്കുക എന്നുള്ളത്. അതായത് ഇന്നോ നാളെയോ ബിസിനസ് തുടങ്ങുക എന്നുള്ളതല്ല, നമ്മളുടെ സ്വന്തമായിട്ടുള്ളൊരു സംരംഭം അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴും ഒരാളുടെ കീഴിൽ എംപ്ലോയി ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായി വർക്ക് ചെയ്തുകൊണ്ട് തന്നെ കരിയർ സ്റ്റാർട്ട് ചെയ്യണം നല്ലതെന്നാണ്. കാരണം ആ ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ്. അതെനിക്ക് വല്ലാതെ ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ അക്വയർ ചെയ്യുന്ന നോളജ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഹെൽപ്പ് ആവാമെന്ന് പിന്നെ പറയാനേ പറ്റില്ല. അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ആരാണ് ബ്രാൻഡ്? ബ്രാൻഡ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അല്ല, നമ്മൾ ചെയ്യുന്ന സർവീസ് അല്ല, ബ്രാൻഡ് നമ്മളാണ്. ആ ബ്രാൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രം ദ ഡേ വൺ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തുകൊണ്ടാണെങ്കിലും, നമ്മളൊരു ട്രസ്റ്റ്, നമ്മളൊരു സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടാക്കിക്കൊണ്ടാണെങ്കിലും, അങ്ങനെ നമ്മൾ നമ്മളെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ പോകണം. അങ്ങനെ നമ്മളുടെ പേഴ്സണൽ ബ്രാൻഡിങ് കറക്റ്റ് ആണെങ്കിൽ, നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡിങ്ങും അതുപോലെ നമ്മളുടെ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബ്രാൻഡ് കൃത്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ, കരിയറിൻ്റെ ഏതൊരു പോയിന്റിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ളൊരു ഡിസിഷൻ എടുക്കുകയും അത് കോൺഫിഡൻസോടുകൂടി നടത്തിയെടുക്കുകയും ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതിന് നമ്മൾ ഏറ്റവും കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കോട്ട് ഇതാണ്: എ യങ് ടർട്ടിൽ നെവർ പോസസ് to think whether it is ready for the ocean. It just barges into the ocean and becomes a part of it. ഒരു കുഞ്ഞു കടലാമ മുട്ട വിരിഞ്ഞ് കടലിലേക്ക് പോകുമ്പോൾ അത് ചിന്തിക്കില്ല, ഈശ്വര വലിയൊരു കടലാണ്, ഞാൻ ഇത്രയ്ക്കൊക്കെ ആയോ എന്ന് ചിന്തിക്കുന്നില്ല. അത് കടലിൽ പോവാണ്. അത് പോയിട്ട് പിന്നെ അടുത്ത ജനറേഷനെ മോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രം അത് തിരിച്ചു വരണേ. മനസ്സിലായോ? അതാണ് നമുക്ക് പറയാനുള്ളത്. ഡു നോട്ട് ഫോക്കസ് ഓൺ വാട്ട് യു ആർ സെല്ലിംഗ്. ഡു നോട്ട് ഫോക്കസ് ഓൺ ദ പ്രോഡക്റ്റ് ഓർ ദ സർവീസസ്. ഫോക്കസ് ഓൺ യുവർ സെൽഫ്. Build a brand of your own. You are the brand. You are not selling your products, you are not selling your services. You are selling your brand and you are selling yourself. അപ്പോൾ ഇത്രയും നേരം ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും കിട്ടുമ്പോൾ എനിക്ക് തോന്നി വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ എന്താ പറയുക, മോട്ടിവേഷൻ ആയിട്ടുള്ളൊരു സ്പീക്കാണ് എനിക്ക് കിട്ടിയത്. റിപ്ലൈ എനിക്ക് കിട്ടിയത് ഞാൻ തന്നെ വളരെ ചാർജ്. എനിക്ക് തന്നെ പെട്ടെന്നൊരു ബ്രാൻഡ് തുടങ്ങി കളത്തിലേക്ക് ഇറങ്ങി കളിച്ചാലും തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് അടുത്ത 5 വർഷത്തേക്ക് പിടിച്ചാൽ കിട്ടോ? എവിടെ എങ്ങനെ നോക്കി കാണുന്നത്? അതൊക്കെ ഇനി കണ്ടറിയണം ശേഷം സ്ക്രീനിൽ. അടിപൊളി.